ഭീകരമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം RCB ക്രിയേറ്റ് ചെയ്തെടുത്ത ഏറ്റവും വലിയ ടോട്ടൽ, അതായത് IPLൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ടോട്ടൽ ഏതാണ്ട് 263 റൺസ്. അതാണ് ഇന്ന് SRH തകർത്തത്. 277 എന്ന് പറയുന്നത് പുതിയൊരു ടോട്ടലായിരിക്കും. IPLൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ടോട്ടലായി മാറിയിരിക്കുന്നത്. അത് നേടിയിരിക്കുന്നത് SRH. അന്ന് RCB 263 റൺസ് നേടിയപ്പോൾ അതിൻ്റെ പിന്നിൽ ഒറ്റ പേരെ ഉണ്ടായിരുന്നുള്ളൂ, ക്രിസ് ഗെയിൽ. പക്ഷേ ഇന്നങ്ങനല്ല, ഒരാളല്ല ഈ ഒരു ടോട്ടലിന് പിന്നിലുള്ളത്, 4 പേരാണ്. ട്രാവിസ് ഹെഡ്, ഹെൻറിച്ച് ക്ലാസൻ, അഭിഷേക് ശർമ്മ, എയ്ഡൻ മാക്രൻ തുടങ്ങിയ 4 ബാറ്റ്സ്മാൻമാരാണ് ഈ ഒരു വലിയ ടോട്ടലിന് പിന്നിലുള്ളത്. ട്രാവിസ് ഹെഡ് എങ്ങനെയായിരുന്നു വേൾഡ് കപ്പിൽ, അതുപോലെ തന്നെ കുറച്ചുകൂടെ ഗിയർ കൂട്ടിയൊരു ട്രാവിസ് ഹെഡിനെയാണ് ഈ ഒരു മാച്ചിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഏതാണ്ട് 24 പന്തുകളിൽ 62 റൺസാണ് അദ്ദേഹം നേടിയത്. അതുപോലെ തന്നെ സെയിം ഗിയറിലായിരുന്നു 3-ാം നമ്പറിലെത്തിയ അഭിഷേക് ശർമ്മയും. 23 ബോളിൽ 63 റൺസ്. കൂടാതെ ഈ ഒരു സീസണിലെ ഏറ്റവും വേഗതയാർന്ന അർദ്ധ സെഞ്ചുറിയും അദ്ദേഹമാണ് നേടിയിരിക്കുന്നത്. ഏതാണ്ട് 16 ബോളിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറി കടന്നു എന്ന് തന്നെ പറയാം. പിന്നെ വന്നത് എയ്ഡൻ മാക്രമാണ്. ഒരു 4-ാം നമ്പർ ബാറ്റ്സ്മാൻ എങ്ങനെയാണോ കളിക്കേണ്ടത് ആ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു മാച്ചിൽ കളിച്ചിരിക്കുന്നത്. അതായത് 28 ബോളിൽ 42 റൺസ്. എല്ലാവരും നല്ല രീതിയിൽ അടിച്ച് കളിച്ച് കഴിഞ്ഞാൽ വിക്കറ്റ് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നോക്കി നല്ല രീതിയിൽ തന്നെയാണ് എയ്ഡൻ മാക്രം ഈ ഒരു മാച്ചിൽ കളിച്ചിരിക്കുന്നത്. മറ്റ് 3 പേരെ കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം കുറച്ച് ബോൾ എടുത്തു എന്ന് നിങ്ങൾ പറയും. പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി, അത് അദ്ദേഹം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ട ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു അതും. പിന്നെ ഹെൻറിച്ച് ക്ലാസൻ്റെ കാര്യം പറയേണ്ടായാലും 80 റൺസാണ് അദ്ദേഹം 34 ബോളുകളിൽ നേടിയത്. പിന്നെ ആ കുറച്ച് നിരാശപ്പെടുത്തിയത് മയങ്ക് അഗർവാൾ മാത്രമാണ്. 11 റൺസ് 13 ബോളിൽ അദ്ദേഹം നേടി. ഒരു ബൗണ്ടറി അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. 18 സിക്സറുകളും 19 ബൗണ്ടറീസുമാണ് ഈ ഒരു മാച്ചിൽ പറഞ്ഞിരിക്കുന്നത്. ട്രാവിസ് ഹെഡിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ 258 ആണ്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയുടെ 273, ഹെൻറിച്ച് ക്ലാസൻ്റെ 235, അതുപോലെ തന്നെ എയ്ഡൻ മാക്രത്തിൻ്റെ 150. സോ 3 പേരും ഏതാണ്ട് 250 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ബാറ്റിംഗ് ചെയ്തുകൊണ്ടേയിരുന്നത്. എന്തായാലും ഞാൻ തമ്മിൽ കൊടുത്തേക്കുന്ന പോലെ ഭീകരമെന്ന് ഇതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. സൺറൈസേഴ്സ് ടീം കണ്ടപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിയതാണ് ആ ഒരു ഓപ്ഷന് ശേഷം. അതുപോലെ തന്നെയാണ് അവർ ഓരോ മാച്ചിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് അവരുടെ ബാറ്റിംഗ് പവർ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.